Hi dears, let's begin fourth module of international finance, that is parity conditions in international finance. Parity conditions, it provides the foundation for international finance. It can be thought of as international financial benchmark or break-even values. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ഫിനാൻസിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പാരിറ്റി കണ്ടീഷനെ പറയുന്നത്, എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പഠിക്കുന്നതിന് മുന്നേ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, we have already learned what is international finance and its importance. Even though, let's have a look. International finance is an important part of financial economics. It mainly discusses the issues related with the monetary interactions of at least two or more countries. So, monetary interactions of at least two or more countries. International finance is concerned with subjects such as അതിൻ്റെ സ്കോപ്പാണ്, ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ സ്കോപ്പാണ് ഇനി പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് കറൻസീസ്, മോണിറ്ററി സിസ്റ്റംസ് ഓഫ് ദ വേൾഡ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് ഇമ്പോർട്ടൻസ്, മോസ്റ്റ് നോട്ടബിൾ ഇമ്പോർട്ടൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. International finance play a critical role in international trade and inter-economic exchange of goods and services. It is important for a number of reasons. The most notable ones are, first one, international finance is an important tool to find the exchange rate and helps to compare inflation rate and helps to get an idea about investing in international debt securities. Then to ascertain the economic status of other countries and to judge the foreign market. അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ് നോട്ടബിൾ ഇമ്പോർട്ടൻസസ് ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിന് എപ്പോഴാണ് കൂടുതൽ ഒരു റീച്ച് കിട്ടിയത്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് കൂടിയത് എന്ന് നമുക്കറിയാം അല്ലേ? ഡ്യൂ ടു ദ ഗ്ലോബലൈസേഷൻ. The importance of international trade, other economic activities of business, government and organization got magnified due to globalization. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിന് അത്രത്തോളം റീച്ച് കിട്ടിയപ്പോൾ അതുമൂലം ഇൻ്റർനാഷണൽ ഫിനാൻസിനും എന്താണ് ഇമ്പോർട്ടൻസ് കിട്ടി എന്നുള്ളതാണ്. Then countries often engaged in international trade and they borrow, lend from each other. In such trade, countries use their own currencies. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾ അവരുടെ സ്വന്തം കറൻസീസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ സ്വന്തം കറൻസീസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇഷ്യൂ അറൈസ് ചെയ്യുന്നുണ്ട്. എന്ത് ഇഷ്യൂ ആണ്? ഈ പറയുന്ന ഓരോ രാജ്യങ്ങളുടെ കറൻസി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഒരു ട്രേഡിൻ്റെ കോമൺ മീഡിയം എന്ന് പറയുന്നത് കറൻസിയാണ്. അപ്പോൾ പക്ഷേ ആ ഡിഫറെൻറ്റ് കറൻസീസിന് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ അതെങ്ങനെ കോമൺ മീഡിയമായിട്ട് യൂസ് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഇഷ്യൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഹൗ ദ കറൻസീസ് കമ്പയർ വിത്ത് ഈച്ച് അതർ. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ കറൻസിയെ മറ്റു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് ഏത് രീതിയിൽ കമ്പയർ ചെയ്യും. ഓക്കെ, സോ ദെയർ എറൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് പാരിറ്റി കണ്ടീഷൻസ് ഇൻ ഇൻ്റർനാഷണൽ ഫിനാൻസ്. അവിടെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻസിൽ പാരിറ്റി കണ്ടീഷൻസ് പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പാരിറ്റി? പാരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പാരിറ്റി കണ്ടീഷൻസ് ആർ ഇക്വിലിബ്രിയം. ഓക്കെ, ആസ് ദ നെയിം സജസ്റ്റ്, parity conditions are equilibrium condition that establishes linkage between financial prices in the absence of arbitrage. Okay, അപ്പോൾ പാരിറ്റി കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. അതായത് ഇപ്പോൾ സപ്പോസ് രണ്ട് രാജ്യങ്ങളുടെ കറൻസീസ് എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു ഇക്വിലിബ്രിയം റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസിനെ ഒരു തുല്യതയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനെ പറയുന്നതാണ് പാരിറ്റി കണ്ടീഷൻ. ഓക്കെ, പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ഇൻ ദി ആബ്സെൻസ് ഓഫ് ആർബിട്രാഷ്. ആർബിട്രാഷിൻ്റെ ആബ്സെൻസിലാണ് നമുക്ക് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ കൊണ്ടുവരുന്നത്. അവിടെ ആർബിട്രാഷിൻ്റെ ആബ്സെൻസിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദ വയലേഷൻ ഓഫ് പാരിറ്റി ഓഫൺ ഇംപ്ലീസ് ദാറ്റ് പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റി. അല്ലേ, പാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ആർബിട്രാഷിൻ്റെ ആബ്സെൻസിൽ മാത്രമാണ് നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ?
ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പാരിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു ഈക്വൽ എന്ന് പറയുന്ന അവസ്ഥ, കറൻസീസിൻ്റെ വാല്യൂസിനെ ഏതെങ്കിലും രീതിയിൽ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ആർബിട്രാജ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടായിരിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം രണ്ട് രാജ്യങ്ങളുടെ കറൻസീസ് നമ്മൾ അതിൻ്റെ വാല്യൂസിനെ ഇക്വേറ്റ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കത്തുള്ളൂ, ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പാരിറ്റി കണ്ടീഷൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാരിറ്റി കണ്ടീഷൻസ് പാരിറ്റി റിലേഷൻഷിപ്പ് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യാനാണെങ്കിലും ഈ പറയുന്ന പാരിറ്റി കണ്ടീഷൻസ് അല്ലെങ്കിൽ പാരിറ്റി റിലേഷൻഷിപ്പ് യൂസ്ഫുൾ ആണ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് പർച്ചേസ് പവർ പാരിറ്റി, അതേപോലെ എന്താണ് മിൻറ്റ് പാരിറ്റി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇക്വേറ്റ് ചെയ്യുകയാണ്, ഇക്വിലിബ്രിയം കണ്ടീഷനാണ് പാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. ഇൻ്റർനാഷണൽ ഫിനാൻസ് ഈസ് എ ടൂൾ ടു ഫൈൻഡ് ദ എക്സ്ചേഞ്ച് റേറ്റ്, അല്ലേ? എക്സ്ചേഞ്ച് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ തന്നെ ഈ പറയുന്ന പാരിറ്റി ആണെങ്കിലും പാരിറ്റി കണ്ടീഷൻസ് ആണെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതിൽ നമുക്ക് തുടങ്ങാം ഈ പാരിറ്റി കണ്ടീഷൻസിൻ്റെ പഠനം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, what is exchange rate? Exchange rate is a rate at which the currency of one country is exchanged for the currency of another country. Okay, exchange rate. ഇപ്പോൾ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? ദ പ്രൈസ് ഓഫ് നേഷൻസ് കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 72 റുപ്പീസ് എങ്കിലും കൊടുത്താലാണ് $1 കിട്ടുക, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. ഈ പറയുന്ന $1 കിട്ടണമെങ്കിൽ 72 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ റുപ്പീസിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഈ പറയുന്ന എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അതല്ല മറ്റേതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുകയാണ് രണ്ട് രാജ്യങ്ങളെങ്കിൽ ആ വാല്യൂസ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് കൈമാറുമ്പോൾ ആ എമൗണ്ടുകളുടെ അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുമ്പോൾ അതിന് പേ ചെയ്യേണ്ടത് അവരുടെ കറൻസീസിലാണ്, അല്ലെങ്കിൽ അവരുടെ കറൻസീസിൻ്റെ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് എപ്പോഴും അവിടെ കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള ആ ഒരു ഫാക്ടറിന്, എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സോ മെനി ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇൻഫ്ലേഷൻ റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഒരു ഇക്വേറ്റ് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ്. രണ്ട് കറൻസീസിൻ്റെ വാല്യൂവിനെ കമ്പയർ ചെയ്യുന്ന ആ ഒരു എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു റേറ്റ് തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ കറൻസീസിൻ്റെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എടുക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളിലും എല്ലാ തരത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ല ഗവൺമെൻറ് ആക്ഷൻ, ലീഗൽ ആക്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ പബ്ലിക് ഡെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും തന്നെ ഡിഫറെൻ്റ് ആണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യും, അല്ലെങ്കിൽ ആ പാരിറ്റി റേറ്റിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒത്തിരി ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഫാക്ടേഴ്സ് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ദീസ് റേറ്റ്സ് and the determination of exchange rate of different currencies has been explained through various theories. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യണം, അല്ലേ? കറൻസീസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേരിയസ് തിയറീസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വേരിയസ് തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തിയറീസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. First one, mean parity theory. Okay, mean parity theory. Second one, purchasing power parity theory. Then third one, balance payment theory. The fourth one, asset market approach. Okay, these four are the main theories of exchange rate determination. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് മിൻ പാരിറ്റി തിയറി എന്താണെന്ന് പഠിക്കാം. ഓക്കെ, എന്താണ് മിൻറ്റ് പാരിറ്റി തിയറി?
Mint parity theory explain the determination of exchange rate between countries following gold standard. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഏത് തിയറി യൂസ് ചെയ്യുന്നത്? മിൻറ്റ് പാരിറ്റി. ശ്രദ്ധിക്കണം, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കൺട്രീസ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കൺട്രീസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഈ തിയറി യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് തിയറി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. കാരണം എന്താണ്, 1930s നമ്മുടെ ഫസ്റ്റ് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ടൈമോട് കൂടിയിട്ട് എന്താണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് നിർത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇത്, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള തിയറിയാണ് മിൻറ്റ് പാരിറ്റി തിയറി. അപ്പോൾ ഒരു കാര്യം പഠിക്കുക, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കൺട്രീസിലെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ ഉള്ള തിയറിയാണ് മിൻറ്റ് പാരിറ്റി തിയറി. Then it is stated that the exchange rate of currency was determined by the gold content of a specified purity contained in the currency. അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് രണ്ട് കൺട്രീസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ രണ്ട് കൺട്രീസും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അവരുടെ ഒരു മെറ്റാലിക് സ്റ്റാൻഡേർഡ് ആയിരിക്കണം അവരുടെ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ. അപ്പോൾ മെയിനായിട്ട് ഗോൾഡ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എന്തായാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓൾറെഡി പറഞ്ഞു, കറൻസി ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ദ കറൻസി വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഗോൾഡ് കണ്ടന്റ് ഓഫ് എ സ്പെസിഫൈഡ് പ്യൂരിറ്റി കണ്ടെയ്ൻ ഇൻ ദ കറൻസി. ഒരു കറൻസിയിൽ, അവരുടെ രാജ്യത്തിൻ്റെ കറൻസിയിൽ എത്രത്തോളം ഗോൾഡ് ആണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, the exchange rate determined under mint parity theory is also known as mint rate. ഓക്കെ, ഈ പറയുന്ന മിൻറ്റ് പാരിറ്റി തിയറിയിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടല്ലോ, ആ എക്സ്ചേഞ്ച് റേറ്റിന് നമുക്ക് എന്തെന്ന് കൂടി പറയാം, മിൻറ്റ് റേറ്റ് എന്ന് കൂടി പറയാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ്. ദെൻ പ്രീ കണ്ടീഷൻസ് ടു ഫോളോ ഗോൾഡ് സ്റ്റാൻഡേർഡ് ബൈ എ കൺട്രി. അപ്പം മിൻറ്റ് പാരിറ്റി തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി പറയുന്ന ഈ 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഓക്കെ, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കൺട്രീസിലാണ് മിൻറ്റ് പാരിറ്റി തിയറി അപ്ലൈ ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് തന്നെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ, ദ സ്റ്റാൻഡേർഡ് മോണിറ്ററി യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ് എയ്തർ മെയ്ഡ് ഓഫ് ഗോൾഡ് ഓഫ് ഗിവൺ പ്യൂരിറ്റി ആൻഡ് വെയ്റ്റ് ഓർ കൺവേർട്ടബിൾ ഇൻ ടു ഗോൾഡ് അറ്റ് ഫിക്സഡ് റേറ്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ പറയുന്ന അവരുടെ സ്റ്റാൻഡേർഡ് മോണിറ്ററി യൂണിറ്റ് എന്ന് പറയുന്ന ഏതായിരിക്കണം, ഗോൾഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെറ്റാലിക് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. സെക്കൻഡ് വൺ, ദ ഗവൺമെൻറ് ബൈസ് ആൻഡ് സെൽ ഗോൾഡ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി അറ്റ് എ ഫിക്സഡ് പ്രൈസ്. അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ബൈ ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി സ്വർണം എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുകയും മേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് കണ്ടീഷൻ, ദ export and import of എന്നാണ്. ഓക്കെ, the export and import of gold is unrestricted. അപ്പോൾ ഈ പറയുന്ന എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടും അവിടെ എന്താണ്, ഒരു തടസ്സവും ഇല്ലാതെ ഫ്രീ ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, അൺലിമിറ്റഡ് മാനറിൽ ഈ പറയുന്ന ഗോൾഡ് സെല്ല് ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ കൺട്രീസിൻ്റെ സ്റ്റാൻഡേർഡ് മോണിറ്ററി യൂണിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഗോൾഡാണ്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കൺട്രീസ് ഉള്ള 3 കണ്ടീഷൻസ്. ഓക്കെ, പ്രീ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. In periods before World War I, both England and America were on gold standard. Okay, the British pound contained 113.006 grains of gold and the American dollar contained 23.220 grains of gold. അപ്പോൾ ഏകദേശം എന്താണ്, ബ്രിട്ടീഷ് പൗണ്ടിൽ 113.00 ഗ്രെയിൻസ് ഓഫ് ഗോൾഡും അതേപോലെ അമേരിക്കൻ ഡോളറിൽ 23.22 ഗ്രെയിൻസ് ഓഫ് ഗോൾഡുമാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, രണ്ട് രാജ്യങ്ങളുടെ കറൻസിയിൽ എത്രത്തോളം ഗോൾഡിൻ്റെ വെയിറ്റ്, ഓക്കെ, ആ ഗോൾഡ് എത്രത്തോളം കണ്ടെയ്ൻ ചെയ്യുന്നു എന്ന് അതിനെ നോക്കിയിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, ഒരു പൗണ്ട് കിട്ടണമെങ്കിൽ
എന്താണ്, ഒരു പൗണ്ട് കിട്ടണമെങ്കിൽ എത്ര അമേരിക്കൻ ഡോളർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് പൗണ്ട് ആൻഡ് ദ അമേരിക്കൻ ഡോളർ വാസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മിൻറ്റ് പാരിറ്റി ആൻഡ് വാസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ ഗോൾഡ് കണ്ടന്റ് ഓഫ് ദ ടു കറൻസീസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ, വൺ പൗണ്ട് ഈസ് ഇക്വൽ ടു $4.866. അപ്പോൾ എങ്ങനെയാണത്, 113.06 ഡിവൈഡ് ബൈ 23.22 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മനസ്സിലാക്കാം നമുക്ക്, ഒരു പൗണ്ട് കിട്ടണമെങ്കിൽ $4.866 പേ ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ, അതായത് അവരുടെ കറൻസിയിൽ എത്രത്തോളം ഗോൾഡ് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ മിൻറ്റ് പാരിറ്റി, ഓക്കെ, ആ മിൻറ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. Then the export and import of gold involve cost of packing, freight, insurance, interest, etc. Consequently, the actual rate of exchange between two countries could vary above and below the mint parity by the extent of cost of gold exported. അപ്പോൾ ഈ പറയുന്ന ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അവിടെ എക്സ്ട്രാ ചാർജസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? പാക്കിംഗ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ് പോലെയുള്ള എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്. അതുമൂലം എന്താണ്, അതിൻ്റെ പ്രൈസ്, എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്. ഓക്കെ, then the mint parity pound and the mint parity between pound and dollar is 1 poundന് എന്താണ് $4 എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഞാനതൊന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. 1 pound ഈസ് ഈക്വൽ ടു $4. അതായത് ഒരു പൗണ്ട് കിട്ടണമെങ്കിൽ $4 കൊടുക്കണം. ഓക്കെ, അതായത് ഒരു പൗണ്ട് എന്ന് പറയുന്നത് $4 ഈക്വൽ ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ദ കോസ്റ്റ് ഓഫ് എക്സ്പോർട്ടിംഗ് ഗോൾഡ് ഇൻക്ലൂഡിംഗ് ഫ്രൈറ്റ്, ഇൻഷുറൻസ്, പാക്കിംഗ് എക്സെട്ര ഓഫ് ഗോൾഡ് വർത്ത് $4 ഈസ് $0.04. അതായത് എന്താണ്, ഈ പറയുന്ന ഒരു $4 ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഫ്രൈറ്റ്, ഇൻഷുറൻസ്, പാക്കിങ്ങിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് $0.04 ആണ്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു നിർത്തി, ഇത്രയും കാര്യമുള്ളൂ. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കൺട്രീസ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് ഗോൾഡ് ബൈ ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. ദെൻ ഇമ്പോർട്ട് ആണെങ്കിലും എക്സ്പോർട്ട് ആണെങ്കിലും അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അതായിരുന്നു കണ്ടീഷൻസ്. ദെൻ ഈ പറയുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ മിൻറ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കറൻസീസിൽ എത്രത്തോളം ഗോൾഡ് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതേപോലെ ഈ പറയുന്ന പാക്കിംഗ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ് ചാർജസും ഇതിനകത്ത് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്ന ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് എക്സ്പീരിയൻസസ് ചേഞ്ചസ് ആൻഡ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് മേ ഡിഫർ ഫ്രം ദ മീൻ പാരിറ്റി ഇക്വിലിബ്രിയം. അത് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്താണെങ്കിൽ ഡിമാൻഡും സപ്ലൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് എന്ന് പറയുന്നത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് എപ്പോഴും എന്തിനെ അഫക്റ്റ് ചെയ്യും? ഈ പറയുന്ന മിൻറ്റ് പാരിറ്റി ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യും. മിൻറ്റ് പാരിറ്റി ഇക്വിലിബ്രിയത്തിൽ നിന്നും നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ വേരി ചെയ്യുന്ന, അതിൽ നിന്നും എന്താണ് വ്യതിചലിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഏത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വേരിയേഷൻ in the exchange rate is within the well-defined limit called gold points. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു മിൻറ്റ് പാരിറ്റി ഇക്വിലിബ്രിയം, ഇവിടെ മിൻറ്റ് പാരിറ്റി ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന 1 pound ഈസ് ഈക്വൽ ടു $4 എന്നുള്ളതാണ്. അതാണ് മിൻറ്റ് പാരിറ്റി ഇക്വിലിബ്രിയം. പക്ഷേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് മൂലം അവിടെ എന്തുണ്ടാവാം? ഈ പറയുന്ന മിൻറ്റ് പാരിറ്റിയിൽ നിന്നും ഒരു വേരിയേഷൻ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ആ വേരിയേഷൻ ഒരു ലിമിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? നിർത്തണം. ആ ലിമിറ്റിനെ പറയുന്നതാണ് ഗോൾഡ് പോയിന്റ്. ഓക്കെ, അതായത് ഒരു റേഞ്ചിനുള്ളിൽ നിർത്തണം ഈ പറയുന്ന വേരിയേഷൻ. ഓക്കെ, ആ ലിമിറ്റാണ് ഗോൾഡ് പോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദിസ് ഗോൾഡ് പോയിന്റ് റെഫേഴ്സ് ടു ദ ലിമിറ്റ് വിത്തിൻ വിച്ച് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു കൺട്രീസ് ഓൺ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫ്ലക്ച്വേറ്റ് ഫ്രം മിൻ പാരിറ്റി ഇക്വിലിബ്രിയം ലെവൽ. മിൻറ്റ് പാരിറ്റി ഇക്വിലിബ്രിയം ലെവലിൽ നിന്നും ഫ്ലക്ച്വേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് രണ്ട് ലിമിറ്റ്സിനുള്ളിൽ, ആ ഫ്ലക്ച്വേഷൻ 2 ലിമിറ്റ്സിനുള്ളിൽ ഒതുങ്ങി നിൽക്കണം. ആ ലിമിറ്റ്സ് ആണ് ഏത്? ഗോൾഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ലിമിറ്റ് ഏത് രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യും? അതാണ് ഇനി പഠിക്കേണ്ടത്. നോക്കുക, ദി അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഹാവ് ബീൻ
obtained by adding and subtracting the cost of transporting the gold to the min parity rate. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഏത് കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്രൈറ്റ് ചാർജസും ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷൻ ചാർജസും എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു മിൻറ്റ് പാരിറ്റി ഇക്വിലിബ്രിയം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് മൂലം അതിൽ നിന്നും വേരിയേഷൻ ഉണ്ടാകും. പക്ഷെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഒരു ലിമിറ്റിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താണ് ഗോൾഡ് പോയിന്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ ഗോൾഡ് പോയിന്റ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഹാവ് ബീൻ ഒബ്റ്റൈൻഡ് ബൈ എങ്ങനെയാണ് ആഡിങ് ആൻഡ് സബ്സ്ട്രാക്ടിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ദ ഗോൾഡ് ടു മീൻ പാരിറ്റി റേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 1 പൗണ്ട് എന്ന് പറയുന്നത് $4 ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന $4 ഗോൾഡ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്താണ് ഈ 0.04 ആണ് അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പർ പോയിന്റ് കിട്ടണമെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കണം, 4 ആണ് ഓൾറെഡി ഡോളർ. ഓക്കെ, 1 പൗണ്ട് എന്ന് പറയുന്നത് $4 ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഈ $4 ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഇൻകർ ചെയ്യും? 0.04. ഓക്കെ, 0.04 ചാർജ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4.04 ഓക്കെ, 4.04 ചാർജ് 4.04 ആയിരിക്കും അതിൻ്റെ അപ്പർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡോളറിൻ്റെ പ്രൈസിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഡോളറിൻ്റെ എമൗണ്ടിനോടൊപ്പം നമ്മൾ ആ ചാർജ് കൂടി ആഡ് ചെയ്ത് കാണിക്കണം. അതാണ് അപ്പർ ലിമിറ്റ്. 4.04 ആണ് നമ്മുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലോവർ ലിമിറ്റ് എങ്ങനെ കിട്ടും? ഈ പറയുന്ന ചാർജ് എന്ത് ചെയ്താൽ മതി, അതിൽ നിന്നും ലെസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് മിൻറ്റ് പാരിറ്റി റേറ്റിൽ നിന്നും ലെസ് ചെയ്യണം. $4 നിന്നും 0.04 കുറച്ച് എന്താണ് 3.96 ആയിരിക്കും അതിൻ്റെ എന്ത് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മിൻറ്റ് പാരിറ്റി റേറ്റിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് കിട്ടും, അതിൽ നിന്നും ലെസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലോവർ ലിമിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അപ്പർ ലിമിറ്റ് ആണ് എക്സ്പോർട്ട് പോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ടേംഡ് ആസ് ദ ഗോൾഡ് എക്സ്പോർട്ട് പോയിന്റ് or upper specie point. Okay, lower limit of the exchange rate is termed as the gold import point or lower specie point. അപ്പം ശ്രദ്ധിക്കുക, അപ്പം നമ്മൾ എങ്ങനെയാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന മിൻറ്റ് പാരിറ്റിനോടൊപ്പം ഏത് കൂടി ആഡ് ചെയ്താൽ മതി, നമുക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ലിമിറ്റ് കിട്ടും. അപ്പർ ലിമിറ്റാണ് എക്സ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്നത്. ആ ചാർജ് കുറച്ച് കഴിഞ്ഞാൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോവർ പോയിന്റ് കിട്ടും. അതാണ് എന്ത്, ഇമ്പോർട്ട് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലിമിറ്റിലായിരിക്കും എപ്പോഴും എന്താണ് ഈ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് നടക്കുന്നത്. നമുക്കറിയാം ഈ പറയുന്ന റേറ്റിൽ നിന്നും 3.96 നിന്നും എന്താണ് ഒത്തിരി താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് എക്സ്പോർട്ടേഴ്സിന് ഒത്തിരി നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എക്സ്ചേഞ്ച് റേറ്റ് ഒത്തിരി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനും എന്താണ് ഇമ്പോർട്ടേഴ്സിനും മടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റിൽ നിൽക്കുകയാണെങ്കിൽ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും എന്താണ് ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ലിമിറ്റാണ് ഗോൾഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഇക്വിലിബ്രിയം പോയിന്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വിലിബ്രിയം പോയിന്റ് ഗുണം എന്താണ്, ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതാണ്. ഓക്കെ, സപ്ലൈ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ. അപ്പോൾ രണ്ട് പേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം എപ്പോഴും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ. അതുകൊണ്ടാണ് നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ആ എക്സ്ചേഞ്ച് റേറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. Then the Minty Parity theory is not relevant in current times because the international gold standard has been abandoned since its breakdown under the weight of depression of 1930s. Secondly, the theory presupposed the free international gold movements. അപ്പോൾ 1930s കൂടിയിട്ട് നമ്മൾ എന്താണ് ഈ മെത്തേഡ്, ഈ തിയറി നമ്മൾ യൂസ് ചെയ്യാതെ വന്നു. കൂടാതെ തന്നെ ഗോൾഡ് മൂവ്മെൻറ്റ്സ്, ഈ പറയുന്ന ഗവൺമെൻറ് എന്താണ് ഫ്രീ ഫ്ലോ ഓഫ് ഗോൾഡ്
എമംഗ് കൺട്രീസ്, അതൊന്നും എന്താണ് അത്ര പോസിബിൾ അല്ല. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് ആണ് എന്ന് പറയുന്ന കണ്ടീഷനിലൊന്നും ഈ പറയുന്ന തിയറി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മിൻറ്റ് പാരിറ്റി തിയറി നമുക്കിപ്പോൾ ഫോളോ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് മിൻറ്റ് പാരിറ്റി തിയറി. ദെൻ നമുക്ക് ഓരോ തിയറീസ് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അത് ഓരോരോ വീഡിയോസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.